അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് കുടുംബശ്രീ എന്ന 45 ലക്ഷം സ്ത്രീകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഉതകുന്ന കുടുംബശ്രീ സംവിധാനമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ക്യാമ്പ്. എന്നിട്ട് അതിനെപ്പറ്റി മുണ്ടിയിട്ടില്ല. ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട സംഘടന കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന 45 ലക്ഷത്തോളം അംഗങ്ങൾ സജീവമായിട്ടും ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വയം തൊഴിൽ നേടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കുടുംബശ്രീ സംവിധാനം. അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെപ്പറ്റി പറയുമ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ പറയേണ്ടത്. ബോധപൂർവം ചില പേരുകൾ ഓർമ്മിക്കാതെ പോവുകയാണ് ചെയ്തത്. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ചെയ്യുന്നത്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ പിന്നിലും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാം എന്നാണ് BJP നേതാവെന്ന നിലയിൽ നരേന്ദ്രമോദി ചോദിച്ചത്. അതാണിപ്പോൾ വലിയ ചർച്ചയായിട്ട് ചില ആളുകൾ ആഗ്രഹത്തോടു കൂടി കൊണ്ടുവരുന്നത്. അതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. കേരളത്തിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളവും നടക്കുന്ന വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച്, പ്രധാനമായിട്ട് അവിടെയാണ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റുമല്ല, പൂർണ്ണമായിട്ടും കേന്ദ്ര ഏജൻസികളാണ്. എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടവർ കേന്ദ്ര ഏജൻസികളാണ്. വിമാനത്താവളം എന്ന് പറയുന്നത് അവരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ പഴയ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ പോലും എന്തുകൊണ്ട് വിദേശത്തു നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നില്ല? ആ കേസ് എവിടെയാണ് പോയേ? കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റല്ലല്ലോ കേസ് അന്വേഷിച്ചത്. കേന്ദ്ര സേന അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ സംവിധാനങ്ങളല്ലേ. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ആളെ പറ്റിക്കാൻ ഒരു പൈങ്കിളി സ്റ്റൈലിൽ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കേന്ദ്ര ഓഫീസ് ഏതാണെന്ന് അറിയാം എന്ന് പറഞ്ഞാൽ അറിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ് ഓഫീസാണ്. അവരാണ് ഈ കേസ് എടുക്കേണ്ടതും കേസ് കൈകാര്യം ചെയ്യേണ്ടതും. ഇത്രയും വർഷമായിട്ട് എന്തേ കേസ് കൈകാര്യം ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം. അത് പറയാതെ എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടും പറയേണ്ടും കാര്യമൊന്നുമില്ല. അത് ചിലപ്പോൾ വാർത്തയാക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതല്ല പ്രശ്നം. വസ്തുതാപരമായിട്ട് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം ഈ കള്ളക്കടത്തുമായി, സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. നടത്തിക്കൊണ്ടിരിക്കുന്നത് നയതന്ത്ര ബാഗേജിലാണല്ലോ കള്ളക്കടത്ത് വന്നത്, സ്വർണം വന്നത്. അതങ്ങനെയല്ല എന്നാണ് ഇവിടെ MP മുരളീധരൻ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ നയതന്ത്ര ബാഗേജ് തന്നെയാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. അതൊക്കെ ലാഘവ ബുദ്ധിയോടെ, രാഷ്ട്രീയ ഉദ്ദേശത്തോടെ, രാജ്യത്തിൻ്റെ സുരക്ഷ പോലും അപകടപ്പെടുത്തപ്പെട്ടാലും പ്രശ്നമല്ല എന്ന് കണ്ടുകൊണ്ട് ഒരു വലിയ പ്രചാരവേലക്ക് തുടക്കം കുറിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പേ പ്രചരണം നടത്തിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എവിടെയും വേശാതുകൊണ്ട് ഇപ്പോൾ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അതിൻ്റെ തലവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദി. എന്നിട്ട് വേറെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനില്ല, ഒരു ശ്രമത്തിനും യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. പിന്നെ രാമക്ഷേത്രം സംബന്ധിച്ചുള്ള അതിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവൺമെൻറ് ഏതെങ്കിലും മതത്തിൻ്റെ വക്താവോ ഏതെങ്കിലും മതത്തിൻ്റെ ആചാര രീതികളോ കൈകാര്യം ചെയ്യാൻ ബാധ്യതയുള്ളവരല്ല. വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട്. എല്ലാ അവകാശമുണ്ട്. ജനാധിപത്യ അവകാശം. അത് ഏത് പൗരനായാലും ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട വിശ്വാസികൾക്കെല്ലാം അവരുടെ വിശ്വാസമനുസരിച്ചും, ഇനി ഒരു വിശ്വാസമില്ലാതെ ജീവിക്കുന്നവർക്ക് വിശ്വാസമില്ലാതെയും ജീവിക്കാനുള്ള ജനാധിപത്യ ഭരണഘടനാ അവകാശമുള്ള
രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ഭരണകൂടം തന്നെ വർഗീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 2025 പൂർത്തിയാവാൻ പോകുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കി രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെ പോകണം, ആരൊക്കെയാണ് ക്ഷണിക്കുന്നത്, ഇതിൻ്റെ ചർച്ചയാണ് കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അപ്പോൾ തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ഞങ്ങളതിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസിലെ നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ ഇപ്പോഴും വ്യക്തതയോടുകൂടി പങ്കെടുക്കില്ല എന്നോ പങ്കെടുക്കുന്നോ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്കെല്ലാം അറിയാം, ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് തന്നെ നിലപാട് സ്വീകരിച്ചു. ഉത്തരേന്ത്യയിലാകെ കോൺഗ്രസിനുള്ള ഒരേ ഒരു ഗവൺമെൻറ്, 4 സീറ്റ് മാത്രമുള്ള പാർലമെൻറ്റ് ഉൾക്കൊള്ളുന്നതാണ് ആ സംസ്ഥാനമെങ്കിലും അവർ പറഞ്ഞത്, സുഖു പറഞ്ഞത്, ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പങ്കെടുക്കുമെന്നാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ്. കോൺഗ്രസ് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാതെ പൂർണ്ണ ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തോട് മത്സരിച്ച് നിൽക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്നതല്ല എന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലായതാണ്. ഗുജറാത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായി, ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന 3 സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായി. എന്നിട്ടും കോൺഗ്രസ് ആ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറില്ല. അപ്പോൾ ഇന്ത്യ എന്ന വളരെ വിപുലമായ ഒരു സംവിധാനത്തെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഹിന്ദുത്വ അജണ്ട വാസ്തവത്തിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പോകുന്ന BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉന്നമാണെങ്കിലും നമുക്ക് പ്രയാസകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുക. തീർച്ചയായിട്ടും മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഈ വർഗീയതയെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് ഇന്ത്യ എന്ന സംവിധാനത്തിനാകെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. പാഠം പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തുകയും വേണം. രാമക്ഷേത്രത്തെ, അതിൻ്റെ ഉദ്ഘാടനത്തെ ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ BJPയുടെ സമീപനത്തെ കോൺഗ്രസ് തിരിച്ചറിയണം. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ കേരളത്തിലെ സ്ത്രീ പ്രശ്നം സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഇന്ത്യയിലെ ലോകമറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം 39 രാജ്യങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ബന്ധമുണ്ട്. അപ്പോൾ അത്രയും വിപുലമായ ഒരു സംവിധാനമായിട്ട് നമുക്ക് കുടുംബശ്രീ വളർന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, ലോകത്തിലെ തന്നെ വിവിധ മേഖലകളിൽ കുടുംബശ്രീ സംവിധാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജില്ലാ കൗൺസിൽ മുതൽ ഇങ്ങോട്ട് സംവരണത്തിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ആദ്യം തന്നെ 50% സംവരണത്തിലേക്ക് എത്തിയത് കേരളമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാർലമെൻറ്റിലും അസംബ്ലിയിലും 33% സംവരണം തീരുമാനിച്ചു എന്നാണ്. തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ ഈ പ്രാവശ്യം ഇനി വരാൻ പോകുന്ന 2024 നടത്താൻ സാധിക്കാത്തത്? അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ 2024 തെരഞ്ഞെടുപ്പ് നടത്താലോ. അത് തീരുമാനിക്കുന്നത് ഒന്നല്ലാതെ നടപ്പിലാക്കാനല്ല. അവരതിന് പറയുന്നത് 24 കഴിഞ്ഞ് 29 തന്നെ നടക്കുമെന്ന് ചില പത്രങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം 2021 സെൻസസ് ഇപ്പോഴും നടന്നിട്ടില്ല. ഇനി ആ സെൻസസ് എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി തർക്കമുണ്ട്. ജാതി സെൻസസ് വേണം എന്നുള്ള അഭിപ്രായമുണ്ട്, വേണ്ട എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ എപ്പോഴാണ് സെൻസസ് ആരംഭിക്കുക എന്നുള്ളത് ഇതേവരെ പാടില്ല, ഇന്നും വ്യക്തമായിട്ടില്ല. അതിനുശേഷം മണ്ഡലങ്ങൾ പുനർവിഭജനം ചെയ്യണം. ആ മണ്ഡല പുനർവിഭജനവും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടാണ് സംവരണത്തെ പറ്റി ആലോചിക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 2029 നടക്കുന്നുള്ളതിന് പോലും ഉറപ്പില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വോട്ട് തട്ടുന്നതിന് വേണ്ടി ഒരു പ്രചരണത്തിൻ്റെ ആയുധമായി BJP ഇത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ സംവരണം അവർ അംഗീകരിക്കുന്നില്ല. 2029 തന്നെ പൂർത്തിയാവും എന്നുള്ളത് നമുക്ക് യാതൊരു ഗ്യാരണ്ടി നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് പണ്ട് നിയമം വേണമെന്നായിരുന്നു മുദ്രാവാക്യം. ഇപ്പം നിയമം ഉണ്ടായിട്ടും ഇതേപോലെ തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിന്നെ സ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമത്തെ സംബന്ധിച്ചിടത്തോളം അതും കേരളത്തിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കുന്ന നില സ്വീകരിക്കുകയുണ്ടായി. വാരാണസി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് അറിയാതെ മണ്ഡലമല്ലോ, സ്വന്തം മണ്ഡലമാണ്. അവിടെ IIT ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ BJP IT സെല്ലിൻ്റെ നേതാക്കൾ, അറിയപ്പെടാതെ ആരൊന്നുമല്ല, നല്ലപോലെ അറിയപ്പെടുന്നവർ തന്നെയാണ്, അവരാണ് ഇവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്ന് അവസാനം പോലീസ് ഒരു നിലപാടും സ്വീകരിക്കാതിരുന്നപ്പോൾ കോടതിയിലേക്ക് അവർ തന്നെ പോയി. അവസാനം കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ വന്നപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവരെല്ലാം BJPയുടെ ഉന്നത നേതൃത്വവുമായിട്ട് ബന്ധമുള്ളവരാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ സ്ത്രീകളോട് എടുക്കുന്ന നിലപാട് എന്നുള്ളതിന് വേറെ അധികം വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കടുത്ത പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ പിന്നീട് അറസ്റ്റ് ചെയ്തത്. അതുപോലെ ഗുസ്തി താരങ്ങളുടെ സംഭവം ഡൽഹി തന്നെയാണല്ലോ. സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഒരു തുടർച്ചയിൽ ഗുസ്തിയുടെ ചുക്കാൻ പിടിക്കുന്ന അസോസിയേഷൻ ഇവരുന്നയിച്ചിട്ടുള്ള എല്ലാ തെറ്റായ നിലപാടുകൾക്കും പൂർണ്ണമായിട്ട് കൂട്ടുനിൽക്കുന്ന BJPയുടെ MP അവരുടെ ഒരു പുതിയ ബിനാമി അതിൻ്റെ അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രകോപിതമായിട്ട് ഗുസ്തി താരങ്ങളും ഗുസ്തി താരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്നുകൊണ്ടിരിക്കുന്ന കായിക താരങ്ങളും അവർക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നത് പോലെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പീഡനത്തിന് എതിരായിട്ട് വാർത്താനം പറയുന്ന BJPയുടെ മന്ത്രിമാരുൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ മൗനം വഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. മണിപ്പൂർ സംഭവം ഇതേപോലെ തന്നെയാണ്. മണിപ്പൂര് ലോകം മുഴുവൻ കണ്ട ഒരു ദൃശ്യമുണ്ട്. കൂട്ടബലാത്സംഗത്തിനിരയാക്കി 2 സ്ത്രീകളെ പുരുഷന്മാരുടെ ഇടയിലൂടെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന, നഗ്നരായിട്ടും കൊണ്ടുപോകുന്ന ഒരു ചിത്രം. ഇന്ത്യ മുഴുവൻ യഥാർത്ഥത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയ സംഭവമായിരുന്നു അത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അന്നും പ്രതിഷേധമില്ല, ഇന്നും പ്രതിഷേധമില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാടും ഇന്നേ അവരെ സ്വീകരിച്ചിട്ടുമില്ല. അപ്പോൾ ഇവരാണിപ്പോൾ വനിതാ സംവരണത്തെ സംബന്ധിച്ചും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ മുമ്പിലേക്ക് കുറേശ്ശെ പിന്നോട്ടേക്ക് പോയി നോക്കിയാൽ നമുക്കറിയുന്നതാണ് കത്വ സംഭവം. കത്വ സംഭവത്തിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലും സംഘപരിവാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ BJP ഗവൺമെൻറ്റും BJPയും ശ്രമിച്ചത്. പിന്നെ ഹത്രാസ് സംഭവവും ഇതേപോലെ തന്നെയാണ്. ഹത്രാസിലൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചു മൂടിയ UPയിലെ അവിടെയുള്ള അവരുടെ മാതാപിതാക്കൾ പോലും അവരെ കാണിച്ചിട്ടേ ഇല്ല. അവരെ പോലും കാണിക്കാതെ ഇത് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന നിലയാണ് ചെയ്തത്. എല്ലാം പോലീസിൻ്റെ ഭരണകൂട സംവിധാനത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ്. ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കാപ്പനെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്നാണ് നരേന്ദ്രമോദി സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ്, നമുക്കെല്ലാം അറിയുന്നതാണ് ബൽക്കീസ് ബാനു കേസ്. അതിലെ പ്രതികളെ പ്രത്യേകമായി ഇടപെട്ട് ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രമാണ്. ഗവൺമെൻറ് തന്നെ നേരിട്ട് ഇടപെടുക, എന്നിട്ട് ജയിൽ ശിക്ഷയാണ്, ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അത് സ്വീകരിച്ചത് BJP തന്നെയാണ്. അപ്പോൾ ബൽക്കീസ് ബാനു കേസ് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതില്ല. കൂട്ടബലാത്സംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, കൊലപാതകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. പിന്നെ നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന എന്നീ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് വരെ ഈ റിപ്പോർട്ടൊന്നും പുറത്തു വിടാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് റിപ്പോർട്ട് പുറത്ത് വിട്ടില്ല. കണക്കുകൾ
ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ അന്നത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് വിടാതിരുന്നത്. ഇപ്പോഴത് പുറത്ത് വിടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സ്ത്രീകളുടെ സുരക്ഷ എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നതാണ് ഈ ഓരോരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്ക്. പാർലമെന്റിൽ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് കണക്ക് ഓരോ മേഖലയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അപ്രത്യക്ഷമാവുന്ന സ്ത്രീകളെ പറ്റിയാണ്. 18 വയസ്സിന് മുകളിലുള്ള 10,61,648 സ്ത്രീകളും 2,51,430 പെൺകുട്ടികളും 2019-നും 2021-നും ഇടയിൽ കാണാതായി എന്നാണ് കണക്ക്. ചെറിയ കണക്കൊന്നുമല്ല, വളരെ വളരെ വലിയ കണക്കാണ്. രണ്ടും കൂടി നിങ്ങൾ കണക്കുകൂട്ടി നോക്കി 10,61,648 സ്ത്രീകൾ, പെൺകുട്ടികൾ 2,51,430. ഇത് വളരെ ചുരുക്കം കൊല്ലം, 19, 20, 21 ഈ 3 കൊല്ലത്തിനിടയിൽ വരുന്ന കാണാതായവരുടെ കണക്കാണ് പറയുന്നത്. ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും സർക്കാരിന് ഇതുവരെ ഇല്ല. അപ്പോൾ എത്രത്തോളം അരക്ഷിതത്വത്തിലാണ് ഇന്ത്യയിലെ സ്ത്രീകൾ ജീവിക്കുന്നത് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഒരു കണക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. ബലാത്സംഗ കേസുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ 2021-ൽ ശരാശരി ഓരോ ദിവസവും 86 ബലാത്സംഗ കേസുകളാണ് ഉള്ളത്. 86. ഓരോ മണിക്കൂറിലും സ്ത്രീ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ നിന്ന് കാണുന്നത്. ഓരോ മണിക്കൂറിലും 2020 മാത്രം പരിശോധിച്ച് നോക്കിയപ്പോൾ 28,046 ബലാത്സംഗ കേസുകൾ ഉണ്ടായിരുന്നതാണ് കണക്ക്. അത് 2020. 21-ലാവുമ്പോഴേക്ക് ഈ 28,046 എന്നുള്ളത് 31,677 വർദ്ധിച്ചിരിക്കുകയാണ്. ഫയൽ ചെയ്യാത്ത കേസുകൾ ഇതിൻ്റെ ഒപ്പം കൂട്ടിയാൽ ആ നമ്പർ വളരെ ഭീകരമായിരിക്കും. അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ 2020-ൽ 8,71,503 3,51,503 ആയിരുന്നത് 2021-ൽ 4,28,278 വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെ കണക്ക് ഞങ്ങളുടെ കണക്കല്ല, ഇതെല്ലാം ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കാണ്. സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയ കണക്കൊന്നുമല്ല ഇത്, കേന്ദ്ര ഗവൺമെന്റ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള കണക്ക് തന്നെയാണ്. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവിടെയാണ്. രണ്ടാമത് കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഡൽഹിയിലാണ്. നഗരം എന്ന രീതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് എവിടെയാണ് വരിക. അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ കണക്ക് 2021-നെ അപേക്ഷിച്ച് 2022-ൽ 4% വർദ്ധിച്ചിരിക്കും. അതിൻ്റെ കണക്ക് ഞാൻ വിശദീകരിക്കേണ്ട കാര്യം. ഇങ്ങനെ ഓരോ കണക്കും വ്യത്യസ്ത രീതിയിലുള്ള വിവിധ തരത്തിലുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പുറത്ത് വിട്ടത്, അതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെ അതിശക്തിയായിട്ടുള്ള കടന്നാക്രമണം ഇന്ത്യയിലുടനീളം, അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കേരളത്തിൽ വന്നിട്ട് സ്ത്രീകളുടെ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള കാര്യങ്ങൾ പർവ്വതീകരിച്ച് പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് എന്ന കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഗോത്ര ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന, പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ഒരുപാട് കടന്നാക്രമണങ്ങളുണ്ട്. അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം കണക്കുകൾ കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക.
അപ്പോൾ സ്ത്രീ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് പ്രസംഗമല്ലാതെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് എന്തെങ്കിലും ഒരു കൃത്യമായ പരിഹാരത്തിന് ഉതകുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല BJP ഗവൺമെന്റ് എന്നുള്ളത് തന്നെയാണ് കാര്യം. രാജ്യത്തെ ആകമാനം സ്ത്രീ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ വന്ന് സ്ത്രീ സുരക്ഷിതത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരു അടിസ്ഥാനമില്ലാതെ പ്രചാരവേലയാണ് എന്ന് കേരളത്തെ മനസ്സിലാക്കുന്ന, ഇന്ത്യയെ മനസ്സിലാക്കുന്ന സർവ്വ വിഭാഗത്തിനും അറിയാം എന്നുള്ളതാണ്. പിന്നെ തൃശ്ശൂർ എന്തോ വലിയ ഭൂകമ്പം സൃഷ്ടിക്കാൻ പോവുകയാണ്, തൃശ്ശൂർ ഞങ്ങൾ പിടിക്കാൻ പോവുകയാണ്. തൃശ്ശൂർ പിടിക്കാന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും പിടിക്കുന്നില്ല എന്നല്ലേ അർത്ഥം. തൃശ്ശൂർ തൊടാൻ പോകുന്നില്ല. BJP പ്രകടനവും പരിപാടിയൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എത്രയോ കൊല്ലമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ഞങ്ങൾ 30+ ആണെന്നാണ്, എന്നിട്ട് ഉള്ള ഒന്നും പോയി. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീറ്റുകളുണ്ട്, ഒരു സീറ്റും പിടിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ മനോനില കൃത്യമായിട്ട് അറിയുന്ന, ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഈ നാടിന്റെ ഏറ്റവും വലിയ ശത്രു മതനിരപേക്ഷതക്കെതിരായി ജനാധിപത്യ സംവിധാനം, ഭരണഘടന തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, പാർലമെന്ററി വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കാൻ ഭരണകൂട സ്ഥാപനങ്ങളുണ്ട് ഒരുപാട്. ആ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കാൻ എല്ലാ ഫാസിസ്റ്റ് രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് BJP. അതിന്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് RSS. ഇവർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തകർത്ത് ഫാസിസത്തിലേക്കാണ് യാത്ര. വർഗീയ ധ്രുവീകരണമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിന് അവർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആഭ്യന്തര ശത്രു, 3 പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുവിനെ പറ്റി RSSന്റെ പ്രത്യശാസ്ത്രകാരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വിചാരധാരയുടെ അധ്യായങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചന, അതിൽ 3 പ്രധാനപ്പെട്ട ഭാഗം. ഒന്ന്, നമുക്കറിയാം കേരളം സാർവദേശീയ തലത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി 3 സാർവദേശീയ മതം, ജനസംഖ്യാനുപാതത്തിലുള്ള ഒരു നാട്, ഒരു രാജ്യം വേറെ ലോകത്തോടെയില്ല. ഈ RSSകാർക്കും BJPക്കാർക്കും ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അതായത് സാർവദേശീയ മതങ്ങളായ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിലെ ജനവിഭാഗങ്ങളെ കേരളത്തിൽ വിന്യസിപ്പിച്ചതുപോലെ ജനസംഖ്യാനുപാതത്തിൽ വിന്യസിപ്പിച്ച ഒരു രാജ്യവും ഒരു നാടും ഈ ഭൂമുഖത്ത് പറയില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട അവരുടെ പ്രത്യശാസ്ത്ര ഗ്രന്ഥത്തിൽ ഹിറ്റ്ലറുടെ ആവേശകരമായ കാര്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വംശശുദ്ധി. അതിനുവേണ്ടി 60 ലക്ഷം മനുഷ്യരെയാണ് കുരുതി കൊടുത്തത്. അതിനെ ആവേശം കൊണ്ടുകൊണ്ടാണ് ഗോൾവാൾക്കർ പറയുന്നത് ഇന്ത്യക്കും വംശശുദ്ധി വേണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, വംശശുദ്ധി വേണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും പിന്നോക്കക്കാരനും OECക്കാരനും OBCക്കാരനും എല്ലാം പിന്നോക്കം, ആ വിഭാഗമെല്ലാം ഹിന്ദുവാണെന്നാണല്ലോ നമ്മൾ ധരിക്കുന്നത്. ചാതുർവർണ്ണയാണ്, 4 വർണ്ണം: ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഈ 4 എണ്ണത്തിൽ 2 എണ്ണം കേരളത്തിൽ കാര്യമായിട്ടേ ഇല്ല. അറിയാലോ നിങ്ങൾക്ക് ഏതൊക്കെ ഇല്ലാതെ? ബ്രാഹ്മണർ അത്യാവശ്യമുണ്ട്, പിന്നെന്താ വൈശ്യര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വ്യാപകമായിട്ട്? ഇല്ല. ഇനി ഏതാ? ക്ഷത്രിയര് ഉണ്ടോ അധികം? അതുമില്ല. അപ്പോൾ ബ്രാഹ്മണര് കഴിഞ്ഞാൽ കുറച്ചുള്ളത് പിന്നെ ശൂദ്രര് എന്ന് പറയുന്നത് നായര്, നമ്പ്യാർ ഉൾപ്പെടെ വർണ്ണമുള്ളവരാണ്. വർണ്ണം ഇല്ലാത്തവരുടെ പേരെന്താണ്? അവർക്കൊരു പേരുണ്ട്, വർണ്ണം ഇല്ലാതെ വിഭാഗത്തിനൊരു പേര്. ഏതാ? വർണ്ണമില്ലാത്തവരെന്താ അവർക്ക് പറയാ? അവർണം. അത് വളരെ കറക്റ്റല്ലേ? അവർണം. ഈ അവർണരൊന്നും ഈ പറയുന്ന വിഭാഗത്തിൽ കൂടി, അതായത് ചണ്ടാള വിഭാഗമാണ്. നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്തതുപോലെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നു. മുമ്പ് പിണറായി മത്സരിക്കുന്ന നിയോജകമണ്ഡലമായ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ ഇതേപോലെ തന്നെ ഒരു നേതാവ് അമിത്ഷാ ഒരു പദയാത്ര തന്നെ സംഘടിപ്പിച്ചിരുന്നു. ആ പദയാത്രയോടുകൂടി ആ മണ്ഡലം ഞങ്ങളുടെ കയ്യിൽ വരുന്നതാണ്. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമായിട്ട് മാറിയത്.
അതുകൊണ്ട് നിങ്ങൾ വന്നതുകൊണ്ട്, പദയാത്ര നടത്തിയതുകൊണ്ട്, ഇവിടെ റോഡ് ഷോ നടത്തിയല്ലോ, റോഡ് ഷോ നടത്തിയതുകൊണ്ട്, ഇവരെല്ലാം പരിപാടി സംഘടിപ്പിച്ചതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്തോ അടിത്തറ എങ്ങനെ ഇളകിപ്പോകും എന്നുള്ള തെറ്റിദ്ധാരണ മുമ്പ് അവർക്ക് ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടാവേണ്ട കാര്യമില്ല, ഉണ്ടാവുകയും ചെയ്യില്ല. അതുകൊണ്ട് സംഘപരിവാറിനെതിരായിട്ട്, വർഗീയതക്കെതിരായിട്ട്, മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ സമീപനത്തിനെതിരായിട്ട് ജനങ്ങൾ നല്ലപോലെ വിധി എഴുതുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവാണ് എന്നുള്ളതാണ് ഇതുമായി ചേർത്തുകൊണ്ട് പറയാനുള്ളത്.